ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വേറൊന്നുമല്ല, എല്ലാവർക്കും സുപരിചിതമായ റവ കിച്ചടിയും ചട്നിയും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റവ കിച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു പാൻ വയ്ക്കാം. നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ഫുള്ളായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം കൂടെ, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു സെക്കൻഡിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും, ഒരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുമ്പ് കുറച്ച് പച്ചമുളക് കൂടെ നെടുകെ കീറിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇത് ബീൻസാണ്, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അത് ഒരുവിധം വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിടത്തരം വലുപ്പമുള്ള തക്കാളി, നിങ്ങൾക്ക് പച്ചപ്പട്ടാണി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക്, അതായത് നമ്മൾ റവ 1 ഗ്ലാസ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതാണ് കണക്ക്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് നേരത്തെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇത് റവയാണ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. അതാണ് കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അതാണ് കണക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റവ കിച്ചടി നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതിലേക്ക് നെയ്യ് കൂടെ, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും. ഇതാണ് നമ്മുടെ റവ കിച്ചടി. ഇതിൻ്റെ കൂടെ ചട്നിയാണ് കേട്ടോ കോമ്പിനേഷൻ. ഇപ്പോൾ ഫ്ലെയിം ഓഫിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നല്ല ചൂടോടു കൂടി തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ്. റവ കിച്ചടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, റവ കിച്ചടിയും നമ്മുടെ ചട്നിയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം തീർച്ചയായിട്ടും പറയാം കേട്ടോ. അടിപൊളിയല്ലേ? This is Rava Kichadi. Hi, I am Manykudan's Kitchen. I am Manu. അടിപൊളിയാണ് കേട്ടോ. ഇത് ചട്നി തമ്മിൽ സൂപ്പർ കോമ്പിനേഷനാ. This is a super combination, you know. बहुत अच्छा कॉम्बिनेशन है. ट्राई करो. ओके, मरकल्ले ചട്നി അങ്ങോട്ട് ഒഴിച്ച് അതങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്പൂൺ എടുത്തിട്ട് വലിപ്പിക്കുക. കണ്ട? അതെ, വാ. Super.
செம்ம டிஷ்மா. ட்ரை பண்ணுங்க ஓகேவா. बहुत अच्छा कॉम्बिनेशन और बहुत अच्छा डिश है. ट्राई करो ओके. Do not forget to like, subscribe and share. Please take this and eat. Okay? Yeah. Bye bye.